നമുക്കിപ്പം അലി അക്ബർ ഷാ കൂടി ചേരുന്നുണ്ട്. അലി അക്ബർ ഷാ, പോലീസ് നൽകുന്ന വേർഷൻ എന്താണ്? ഇയാൾ ലഹരി കടിമയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്നയാളാണ്. ഈ കൃത്യം നടക്കുന്ന സമയത്തും ഇയാൾ ലഹരി കടിമയായിരുന്നു. അരുൺകുമാർ, അതിദാരുണമായ സംഭവമെന്ന് തന്നെ പറയണം. പറവൂർ ചേന്നമംഗലത്തുണ്ടായ ഈ സംഭവം. ഇതിൽ ഋതു എന്ന് പറയുന്ന പ്രതി ആലുവ റൂറൽ എസ് പി പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഇയാൾ നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ്. ഇയാൾക്കെതിരെ 3 ക്രിമിനൽ കേസുകൾ ഇതിനോടകം തന്നെ നിലനിൽക്കുന്നുണ്ട്. മോഷണം, അതിക്രമിച്ച് കടക്കൽ, അതുപോലെ തന്നെ ലഹരി ഉപയോഗം തുടങ്ങി നിരവധിയായ കേസുകൾ നിരന്തരമായി ഇയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ച ആളുകൾ, നാട്ടുകാർ, പ്രദേശവാസികളെല്ലാം പറഞ്ഞത് പലയാവർത്തി ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടും കൃത്യമായിട്ട് നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ പ്രധാന കാരണമായി ഉയർത്തിക്കാണിക്കുന്നത് ഋതുവിന് മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഋതുവിന്റെ കുടുംബത്തിന്റെ കയ്യിലുണ്ട്. സ്വാഭാവികമായും പരാതികൾ വരുമ്പോൾ പ്രദേശവാസികൾ പോലീസിൽ പരാതി നൽകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികൾ ആരംഭിക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഇത്തരത്തിൽ കേസുകളിൽ നിന്നെല്ലാം ഋതു രക്ഷപ്പെട്ടിരുന്നത്, ഊരിപ്പോന്നിരുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം. എന്തായാലും കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി തന്നെയാണ് ഋതു എന്ന് പറയുന്ന ആൾ. നേരത്തെ പറഞ്ഞതുപോലെ സമീപത്തെ വീടുകളിലേക്ക് രാത്രികാലങ്ങളിൽ ഇയാൾ അതിക്രമിച്ച് കടക്കാറുണ്ട്. ഇപ്പോൾ കൊല്ലപ്പെട്ട കുടുംബം, വേണുവിന്റെ കുടുംബം, അവരുടെ വീടിന്റെ ഗേറ്റ് തകർക്കുന്ന സാഹചര്യം കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഋതുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിനുശേഷം വീട്ടിലേക്ക് അതിക്രമിച്ച് കടക്കുന്നത് ഭയന്നാണ് ആ വീടിന് ചുറ്റും CCTV ക്യാമറകൾ സ്ഥാപിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത്. ഈ പ്രദേശത്ത് 5 വീടുകൾ, അഞ്ജലി പറഞ്ഞതുപോലെ 5 വീടുകളാണ് അടുത്തടുത്ത് വരുന്നത്. ഇതിൽ മറ്റെല്ലാ വീട്ടിലുള്ളവരും നിരന്തരമായി ഋതുവിനെതിരെ പരാതി നൽകിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകളുമായി അധികം സമ്പർക്കമില്ലാത്ത, അധികം സംസാരിക്കാത്ത വ്യക്തിയാണ്, നിരന്തര ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്തെ 5 വീടുകളും അരുൺ, ഇയാൾ 2 ദിവസം മുമ്പാണ് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് എത്തിയതെന്നാണ് റൂറൽ SP വ്യക്തമാക്കിയത്. കൃത്യമായ ഒരു തൊഴിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങളോ നാട്ടുകാർക്കും വ്യക്തമായൊരു ധാരണയില്ല. ഇയാൾ ഇത്തരത്തിൽ നിരന്തര പ്രശ്നം ഉണ്ടാക്കുന്നു എന്നതാണ് ഇയാളുടെ നാട്ടിലുള്ള കൃത്യമായ ഐഡന്റിറ്റി എന്ന് പറയുന്നതും. ചേട്ടാ, ഇയാൾക്ക് എന്തെങ്കിലും ജോലി ഉള്ളതായിട്ട് അറിയാമോ? ഇയാൾ എന്ത് ചെയ്യുന്ന ആളാണെന്ന് അറിയില്ല. എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട്, നാട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട്? എനിക്ക് കറക്റ്റ് അറിയില്ല. ഇയാൾ ഈ നാട്ടിൽ തന്നെ ഉള്ള ആളാണോ? ഇത് പ്രദേശത്ത് തന്നെ എപ്പോഴും ഉണ്ടാകുന്ന ആളാണെന്ന് അറിയാമോ? അറിയില്ല. ചേട്ടാ, നിങ്ങൾ ഈ സ്ഥലത്തുള്ള ആളാണോ? എന്തായാലും അരുൺ, ഏകദേശം ഇയാളെ പറ്റി എല്ലാവരും പറയുന്നത് നിരന്തരം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, അതിനപ്പുറത്തേക്ക് ഒരു ഐഡന്റിറ്റി നാട്ടുകാരെ സംബന്ധിച്ച് വ്യക്തമല്ല. ചേട്ടാ, ഇയാൾക്ക് എന്തായിരുന്നു ജോലി? ഇയാൾക്ക് എന്തായിരുന്നു ജോലി? എന്നോട് പറഞ്ഞ ബാംഗ്ലൂർ ബിസിനസ് ഹോട്ടലിലാണ് എന്താ പറഞ്ഞത്. അപ്പൊ നാട്ടിൽ ഉണ്ടാവാറുണ്ടോ എല്ലാ സമയത്തും, അതോ ബാംഗ്ലൂർ പോയി വരാറാണോ പതിവ്? അറിയില്ല. ഇവനെ മിക്ക സമയം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഉള്ളിലായിരിക്കും. കാരണം പുറത്തിറങ്ങണ പകല് കാണാറില്ല. കാലത്ത് കാണുമ്പോൾ അമ്മ വാന നോക്കുമ്പോൾ കാണാറുണ്ട്, അല്ലാണ്ട് പിന്നെ അങ്ങനെ കാണാറൊന്നുമില്ല. നിങ്ങളുടെ വീടിന്റെ ടെറസിലാണ് ഇയാൾ നിരന്തരം രാത്രി കയറി പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ മതിലില്ലേ, ഇത് സൺസൈഡ് നോക്കിയാൽ എത്ര ദൂരമുള്ള കണ്ട. നമുക്ക് കയറിയിട്ട് ചവിട്ടിയിട്ടാണ് ഇതിന്റെ മുകളിൽ കയറാം. കണ്ട എത്ര ദൂരം കണ്ട. അവരുടെ ഭാര്യയും കുട്ടിയുമാണ് ഇയാൾ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതല്ലേ? പിന്നെ അവരെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടാണ് എന്നിട്ട് പോയി പരാതി കൊടുത്തതിന് ശേഷമാണ് ഇവൻ ഭീഷണി മുഴക്കിയത്. വീട്ടിൽ കയറിയൊക്കെ ഭീഷണിപ്പെടുത്താൻ ഇയാൾക്ക് ഒരു കാരണവും വേണ്ട. കാരണം വേണ്ട. ഇവനെ വെച്ചാല് ലഹരിയല്ലേ. അപ്പൊ പിന്നെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം ചെയ്യാലോ. അരുൺ, ഇത് തന്നെയാണ് നാട്ടുകാരെല്ലാം വ്യക്തമാക്കുന്നത്. കൃത്യമായി എന്തെങ്കിലും ഒരു വൈരാഗ്യമോ തർക്കമോ ഉള്ളതിന്റെ ഭാഗമായി അല്ല ഋതു ഇത്തരത്തിൽ വീടുകൾ കയറി ആക്രമണങ്ങൾ നടത്തുന്നത്. ഒരു കാര്യവുമില്ലാതെ, ചെറിയ പ്രകോപനങ്ങളുടെ പുറത്തും ഒരു വിഷയവും ഇല്ലാതെയും വീടുകൾ കയറി ഭീഷണിപ്പെടുത്തുക. ഈ വീട്ടിലെ ഇപ്പോൾ സംസാരിച്ച വ്യക്തിയുടെ ഭാര്യയെയും കുഞ്ഞിനെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് ഋതു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതിനോട് തൊട്ട് ചേർന്ന് ഈ കാണുന്നതാണ് ഋതുവിന്റെ വീട്. തൊട്ട് മതിലിനിപ്പുറമുള്ള വീട്ടിലെ വ്യക്തിയോടാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. അപ്പുറത്തുനിന്നും സിഗരറ്റ് വലിക്കുകയും സിഗരറ്റ് കുറ്റികൾ ഈ വീടിന് മുറ്റത്തേക്ക് വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും കൊലപ്പെടുത്തുമെന്ന് കൊലവിളി ഉൾപ്പെടെ നടത്തുന്ന വ്യക്തിയാണ് ഋതു എന്നും എന്തായാലും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു, പോലീസും സാക്ഷ്യപ്പെടുത്തുന്നു. നിരന്തര ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ഡ്രഗ്സ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് കേസുകളിൽ പ്രതിയായ വ്യക്തിയാണ്. അതുപോലെ തന്നെ മോഷണം, അതിക്രമിച്ച് കടക്കൽ, ലഹരിയുടെ ഉപയോഗം, വിൽപ്പന ഉൾപ്പെടെയുള്ള നിരവധിയായ കേസുകളിൽ പ്രതി. അത്തരത്തിൽ കൃത്യമായ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തി തന്നെയാണ് ഋതു. എന്തായാലും അതിദാരുണമായ സംഭവം എന്ന് തന്നെ പറയണം. ഇത്രയും ചേർന്ന് താമസിക്കുന്ന അയൽക്കാരാണ് ഇത്തരത്തിൽ വീട്ടിലേക്ക് കയറി ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് 3 പേരെ തലക്കിടിച്ച് കൊലപ്പെടുത്തി ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. അത്യാസന്ന നിലയിൽ ചികിത്സയിൽ എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട്. എന്ത് കാരണത്തിന്റെ പുറത്താണ് ഇത്തരത്തിലൊരു അതിക്രമത്തിലേക്ക്, കൊലപാതകത്തിലേക്ക് ഈ ഋതു എത്തിയത്? കാരണം ഇതിനു മുമ്പ് മറ്റു പല പരാതികളുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കൊലപാതക സാഹചര്യം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയതാണ്. അതുകൊണ്ട് തന്നെ വലിയ ഞെട്ടലിലാണ് പ്രദേശമുള്ളതും. അരുൺ, താങ്ക് യു. അലി അക്ബർ ഷായും അഞ്ജലി ശ്രീജ രാജുവാണ് ചേർന്നത്.